Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 2 ആണ് ഇന്ന്. ക്വസ്റ്റ്യൻസും അതേപോലെ അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. 47/24 ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്, 3 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 3 ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള ഹിസ്റ്ററിയുടെ സെക്ഷനിൽ ചോദിച്ചത്. അതിൽ എന്തായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് നിർത്തിയിരുന്നത്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവി ആണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം എന്താണ്, ശരിയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ നോക്കണം. ആരാണ് നാണു ആശാൻ? നാണു ആശാൻ ആരാണ്? നാണു ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പറയുന്ന പേരാണ് എന്ത്, നാണു ആശാൻ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ് നമുക്ക് വേദാധികാര നിരൂപണം, ചട്ടമ്പി സ്വാമി. എന്താണ്, ശൂദ്രന്മാർക്കും വേദം പഠിക്കാം, ശൂദ്രന്മാർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ആ ഒരു അവകാശമുണ്ടെന്ന് വാദിച്ചൊരു പുസ്തകമാണ് എന്ത്, ഈ പറയുന്ന വേദാധികാര നിരൂപണം. ഈ പുസ്തകമാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ത് പറയുന്നത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് പറയുന്നില്ലേ, അത് ഈ ഒരു പുസ്തകത്തെ, ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന ഈ ഒരു കൃതിയെയാണ് സ്വാമി വിവേകാനന്ദൻ ആ തരത്തിൽ എന്ത് ചെയ്യുന്നത്, പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പുസ്തകമുണ്ട് ഇതേപോലെ, മോക്ഷപ്രദീപം. ആരുടേതാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്? മോക്ഷപ്രദീപം അത് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ഈ മോക്ഷപ്രദീപത്തിൽ ആ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയിട്ടുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ പഠിക്കേണ്ടത് എന്താണ്, മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയും അതിനെ വിമർശിച്ചുകൊണ്ട് അതിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മോക്ഷപ്രദീപ ഖണ്ഡനമാണ്. ഓക്കെ, അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിക്കാറുണ്ട്, അതേതാണ്, അതാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ്. അതായത് പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന ഒരു, നമ്മൾ പറയില്ലേ, പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത്, അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വസ്തുതയൊക്കെ ഗണ്ണിക്കുന്നതാണ് എന്ത്, പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ നമുക്കിവിടെ പഠിക്കാനുള്ളത്, കൊച്ചിൻ പുലയ മഹാസഭ അല്ലെ. പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭ കൊണ്ടുവരുന്നത്. ഏത് വർഷമാണ്? 1913 എന്ത് വരുന്നത്, കൊച്ചിൻ പുലയ മഹാസഭ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ് കറുപ്പൻ കുറച്ചധികം സഭകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും നമുക്ക് ഒന്നും രണ്ടൊക്കെ പഠിച്ചാൽ മതി, പക്ഷെ പണ്ഡിറ്റ് കറുപ്പന്റെ പഠിക്കുമ്പോൾ കുറച്ചധികം പഠിക്കണം. അതിൽ ഒന്നാമത്തതാണ് കല്യാണദായിനി സഭ. എന്താണ് കല്യാണദായിനി? കല്യാണദായിനി എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. അപ്പൊ നമ്മൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ, കല്യാണം നടക്കാത്തവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുങ്ങല്ലൂർ പോയി പ്രാർത്ഥിച്ചാൽ മതി അല്ലെ, ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, കല്യാണം ദാനമായി തരും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. സന്മാർഗം, സന്മാർഗ പ്രദീപം, സന്മാർഗം, സന്മാർഗ പ്രദീപ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? അത് നമ്മുടെ കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി, സോറി കുമ്പളം, കുമ്പളങ്ങി അല്ല കുമ്പളം. ഓക്കെ, കുമ്പളങ്ങിയും കുമ്പളവും രണ്ട് സ്ഥലമാണ്, രണ്ടും എറണാകുളം ജില്ലയിലുള്ളതാണ്. ഇനി എന്താണ്, അതിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥലമുണ്ട്, ഇടക്കൊച്ചി. അവിടെയാണ് ജ്ഞാനോദയം സഭ. ജ്ഞാനോദയം സഭ എവിടെയാണ്? ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കുറെ സംഘടനകളുണ്ട്, കുറച്ച് പഠിച്ചു വെക്കാം. ബാലസേവ ഉണ്ട്, ബാലസേവാ സമിതി. അതെവിടെയാണ്? ബാലസേവാ സമിതി എന്ന് പറയുന്നത് വൈക്കത്താണ്. ഓക്കെ, കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ബാലസേവാ സമിതി വരുന്നത്. ഇനി അതേപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭ, ഈ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലായിരുന്നു, തേവരയിലാണ് ഇപ്പോ. എന്ത്, സുധർമ്മ സൂര്യോദയ സഭ. സൂര്യോദയ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? തേവരയിലാണ്. അതേപോലെ തന്നെ ബാലസമുദായ സഭ, ബാലസേവാ സമിതി നമ്മൾ പറഞ്ഞു എവിടെയാണ്? വൈക്കമാണ്. എങ്കിൽ ബാലസമുദായ പരിഷ്കരണീ സഭയുണ്ട്, അതും ഈ പറയുന്ന തേവരയിലാണ്. ഓക്കെ, ഇപ്പൊ തിരിഞ്ഞു പോകരുത്. ബാലസേവ ചെറിയ പേരല്ലേ, ബാലസേവ, വൈക്കം. വൈക്കവും അതേപോലെ ചെറിയ പേരാണ്. ബാലസമുദായ പരിഷ്കരണീ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? തേവരയിലാണ്.
ഇനി നമുക്കിവിടെ ഏതാ പറയുന്നത്, വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇപ്പൊ പഠിച്ചു വെച്ചു, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. ഏത് വർഷമാണ്? 1918 1918. എന്തിന്റെ മാതൃകയിലാണ് ഇദ്ദേഹം ഇത് ആരംഭിക്കുന്നത്? SNDP മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എന്ത് പറയുന്നത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് നമ്മുടെ ശരിക്കും കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷെ എങ്കിലും നമുക്ക് ഇത് ഈ ഒരു നോർമൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് വിട്ട് കളയണ്ട. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഇത് ഏത് ഭൂപ്രകൃതിയാണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു വെക്കാം, അതൊരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. കുറിഞ്ചി, കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ്? കുറിഞ്ചി മല, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. കാട്, അതേപോലെ മല, കാട് മലയൊക്കെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ഞിമല, കുറിഞ്ചിമല അങ്ങനെ കണക്ട് ചെയ്യണം. കാട്ടിലാകുമ്പോൾ അവർ എന്തായിരിക്കും, അവരുടെ വനശേഖരണം അല്ലെ, വനവിഭവങ്ങളൊക്കെ ആയിരിക്കില്ലേ, വനവിഭവങ്ങൾ ശേഖരിക്കലും വേട്ടയാടൽ ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാട്ടിൽ താമസിക്കുന്നവരുടെ വേട്ടയാടൽ, കാട്ടിൽ താമസിക്കുന്നവരുടെ എന്താ ജോലി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? മുല്ലൈ. മുല്ലൈ, മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽമേട്, മുല്ലൈ പുൽമേട് കണക്ട് ചെയ്ത് പഠിക്കുക. കുറിഞ്ചിമല അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കുറിഞ്ചിമല വനവിഭവങ്ങളാണ്. മുല്ലൈ അല്ല, പുല്ല് മുല്ലൈ, പുല്ല് മുല്ലൈ അങ്ങനെ കണക്ട് ചെയ്യുക. മുല്ലൈ എന്താണ്? അപ്പൊ പുൽമേടാണ്. അതെന്താണ്? അവിടെ പുൽമേട് ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് കന്നുകാലികളായിരിക്കും അല്ലെ, കന്നുകാലി വളർത്തലായിരിക്കും, കന്നുകാലി വളർത്തൽ. ഓക്കെ, ഇനി അപ്പൊ എന്താണ് നെക്സ്റ്റ് വരേണ്ടത്? കുറിഞ്ചി കഴിഞ്ഞു, മുല്ലൈ കഴിഞ്ഞു, പാലൈ. പാലൈ, പാലൈ എന്ന് പറയുന്നത് എന്താണ്? വരണ്ട് കിടക്കുന്ന സ്ഥലമാണ് എന്ത്? പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശമാകുമ്പോൾ അവിടെയും എന്താണ് ഈ പറയുന്ന കന്നുകാലി വളർത്തലൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് അവിടെയുള്ള എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണ്. ഓക്കെ, അതേപോലെ അവിടെയാണ് നമ്മുടെ കൊള്ളയടിക്കലൊക്കെ കൂടുതലായിട്ട് വരുന്നതും അവിടെയാണ്. കവർച്ച, കന്നുകാലി കവർച്ചയാണ്, കന്നുകാലി കവർച്ച. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ പാലയിൽ എന്ന് പറയുന്നത്. പാലൈ അപ്പൊ എന്താണ്? വരണ്ട പ്രദേശമാണ്. അവിടെയാണ് എന്താ, അവിടെയുള്ള ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കവർച്ച അഥവാ കൊള്ളയടിക്കലാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, പാലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളയടിക്കലാണ്. മുല്ലൈ, മുല്ലൈ എന്താണ്? മുല്ലൈ പുല്ല്. അപ്പൊ എന്താണ് അവിടെ? കന്നുകാലി വളർത്തലാണ്. അപ്പൊ അതെന്താണ്? മൃഗസംരക്ഷണമാണ്. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? അടുത്തത് മരുതമാണ്. മരുതം, മരുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വയലാണ്. വയലാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും അവിടെ വരേണ്ടത്? കൃഷിയാണ് വരേണ്ടത്. മരുതം കൃഷിയാണ്. നെക്സ്റ്റ് വരേണ്ടത് നെയ്ത്തലാണ്. നെയ്ത്തൽ, നെയ്ത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്ത്തൽ തീരപ്രദേശമാണ്. തീരപ്രദേശം, അത് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. നെയ്ത്തൽ തീരപ്രദേശം, കണ്ട ഒരേപോലെ അല്ലേ എഴുതേണ്ടത്, നമ്മൾ നായും തായും എഴുതുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. നെയ്തൽ തീരപ്രദേശമാകുമ്പോൾ അവിടെ എന്തായിരിക്കും? മീൻ പിടിക്കുന്നവരുണ്ടാകും, അതേപോലെ തന്നെ ഉപ്പ് നിർമ്മാണവും ഉണ്ടാകും. ഉപ്പ് നിർമ്മാണം, അപ്പൊ എന്താണ്? നെയ്തൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണമാണ്. മരുതം എന്ന് പറയുന്നത് എന്താണ്? മരുതം വയലാണ് അല്ലെ, അപ്പൊ തണ്ണീർത്തടമാണ്, കൃഷിയാണ്. അങ്ങനത്തെ കണക്ട് ചെയ്യുക. അപ്പൊ 1C എന്ന് വരണം. അതേപോലെ തന്നെ എന്താണ്? 1C, അപ്പൊ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. 1C 2D ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ പാലൈ, പാലൈ എന്താണ്? വരണ്ട പാല്, അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. നമ്മൾ മുഖമൊക്കെ നമ്മൾ പറയില്ലേ, മുഖമൊക്കെ വരണ്ട് കഴിഞ്ഞാൽ പാൽ ഉപയോഗിച്ച് കഴുകുക, മുഖം ക്ലെൻസർ ആണ് പാൽ എന്ന് പറയുന്നത്, അങ്ങനെ കണക്ട് ചെയ്യുക. വരണ്ട് പോകാതിരിക്കാൻ പാൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ കുറിഞ്ചിമല, അല്ലെ, മുല്ലൈ പുല്ല്, വരണ്ട പാൽ, അങ്ങനെ കണക്ട് ചെയ്യുക. മരുതം വയൽ, നെയ്തൽ തീരപ്രദേശം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതൊന്ന് പഠിച്ചു വെക്കണേ. ചിലപ്പോ ചോദിക്കുന്നത് എപ്പോഴും ഈ തൊഴിൽ ആയിരിക്കില്ല, മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ഒരു ഭൂപ്രകൃതിയും ഈ ഒരു പേരുമാണ് ചോദിക്കാറ്. തിണകള്, ഇതിനെ പറയുന്ന പേരെന്താണ്? തിണകള്. 5 തിണകളാണ്, ഐന്തിണകൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, തിണകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 38/24 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയായിരുന്നു? 3 ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്, ഒന്നും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. 38/24. വയനാട്ടിലെ കാടുകൾ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി അല്ലെ. കുറിച്യർ കലാപം 1812. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്ത് പറയുന്നത്? കുറിച്യർ കലാപം 1812. ഇനി അതിന് കാരണങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ കാരണങ്ങളായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാര് അധിക നികുതിയാണ്
അല്ലെ? അധിക നികുതി ചുമത്തിയതായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി ചുമത്തിയത് ഓക്കെ, പക്ഷെ നികുതി എന്തായിട്ട് വേണം? പണമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ ഇവർ എന്തായിരുന്നു ചെയ്തത്? ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളായിരുന്നു നികുതിയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പറ്റില്ല. നികുതി എന്തായിട്ട് വേണം? പണമായിട്ട് വേണമെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തായിരുന്നു മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നികുതി അടക്കാത്തവരെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ നികുതി അടക്കാത്തവരുടെ എന്താണ്? കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇതായിരുന്നു മൂന്ന് റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? അധിക നികുതി, പിന്നെ നികുതി പണമായിട്ട് നൽകണം, നികുതി അടക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഈ മൂന്ന് റീസൺ കൊണ്ടാണ് എന്ത് മെയിൻ ആയിട്ട് വരാൻ കാരണം? കുറിച്യർ കലാപം വരാൻ കാരണം. ഈ കുറിച്യർ, അതായത് ഈ കുറിച്യരും കുറുമ്പരും ഉണ്ട് കേട്ടോ. കൂട്ടത്തിൽ അവരെ സഹായിച്ചിരുന്ന മറ്റൊരു ആദിവാസി വിഭാഗമാണ് എന്ത്? കുറുമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കുറിച്യർ അവർ നടത്തിയിരുന്ന ഒരു കൃഷിയുടെ പേരുണ്ട്. അതാണ് എന്ത്? വെട്ടിച്ചൂട്ട് കൃഷി എന്ന് പറയും. വെട്ടിച്ചൂട്ട് കൃഷി. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ജൂം കൾട്ടിവേഷൻ എന്നൊക്കെ പറയും. അതായത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രദേശം നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി അവരൊന്നും കത്തിച്ചങ്ങ് ചാരവാക്കും. എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. ഓക്കെ, അത് കഴിയുമ്പോൾ എന്താ? അപ്പൊ നല്ല രീതിക്ക് ആ ഒരു ഏരിയയിൽ നല്ല പോഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും? അവിടുന്ന് അവര് നേരെ നെക്സ്റ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിലും എന്താണ്? പല സ്ഥലങ്ങളിലും ഈ ഒരു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അവര് നികത്തി വരാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു കൃഷി രീതി എന്താണ്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? പറ്റില്ല എന്ന് പറയും. അങ്ങനെ 1812 ഏത് ദിവസമാണ്? മെയ് 1-ന് ഈ പറയുന്ന രാമനമ്പിയെ വധിക്കുകയാണ്. ഇവരെ കുറിച്യർ കലാപത്തിന്റെ നേതാവായ രാമനമ്പിയെ വധിക്കുന്നത് 1812 മെയ് 1-നാണ്. ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കലാപകാരികൾക്ക് പറ്റിയിരുന്നെങ്കിൽ രാജ്യം അവരുടെ കീഴിലായേനെ എന്ന് പറയുന്നുണ്ട്. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് TH ബേബർ. TH ബേബർ ആണ് അങ്ങനെ പറഞ്ഞത്. ഇതിന്റെ കുറിച്യർ കലാപത്തിന്റെ എന്താണ്? കുറിച്യർ കലാപത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ അതിന്റെ സ്ലോഗൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കുറിച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. കല്ലുമാറ സമരത്തിലോ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഏതാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നൊക്കെ പറയുന്നത്? ആരുടേതാണ്? അയ്യങ്കാളി അല്ലെ? അയ്യങ്കാളിയുടേതാണ്. ഓക്കെ, അയ്യങ്കാളി. അതേപോലെ ജസ്റ്റ് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചു. ആരാണ്? കുമാരൻ വയലേരി. എന്താണ്? കുമാരൻ വയലേരിയാണ് എന്ത്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നൊരു പുസ്തകം എഴുതിയത്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം ആരുടേതാണെന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം വന്നിട്ടുണ്ട്. അതെവിടെയാണ്? നമ്മുടെ കോഴിക്കോടാണ്. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം വന്നത് കറണ്ട് അഫെയർ ആണ്. അത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു എന്താണ്? പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരത്തിലേക്ക് വരാം. ഏത് വർഷമാണ് കല്ലുമാല സമരം നടക്കുന്നത്? 1915-ലാണ് എന്ത് നടക്കുന്നത്? കല്ലുമാല സമരം നടക്കുന്നത്. 1915-ലാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയിലെയാണ്. അതേപോലെ തന്നെ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? പെരിനാട് ലഹള എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ പൊയ്കയിൽ അപ്പച്ചനെ നമ്മൾ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ബാക്കി 3 പേരെ നമ്മൾ പറഞ്ഞാണ് അല്ലെ? ശ്രീനാരായണ ഗുരു പറഞ്ഞു, ചട്ടമ്പി സ്വാമി പറഞ്ഞു. പൊയ്കയിൽ അപ്പച്ചന്റെ ഒരു ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ അപ്പച്ചന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് വർഷമാണ്? 91-ലാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്: 89, 90, 91. ഓക്കെ, 89-ൽ എന്താണ് വരുന്നത്? കോട്ടയം അല്ലെ? അതായത് ഇവിടെ 90-ൽ എന്താണ്? എറണാകുളം. ഇവിടെ എന്താണ്? കേരളം. അപ്പൊ ഇതെന്തൊക്കെയാണെന്നറിയാലോ? അതായത് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായിട്ട് വന്നത് നഗരം ഏതാണ്? കോട്ടയമാണ് 89-ല്. ഇനി ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് എറണാകുളമാണ്. 90-ലാണ്. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരളമാണ്. 91-ആണ്. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. 89, 90, 91. ആ 3 വർഷങ്ങൾ അടുപ്പിച്ച് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ,
ഏത് ദിവസമാണ്? 91 ഏപ്രിൽ 18-നാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 18. നമുക്കിപ്പോ ഏപ്രിൽ 18-ന് അറിയാം അല്ലെ, നമ്മുടെ അതായത് നമ്മുടെ എക്സാം വരുന്നത് മെയ് 2-നാണോ മെയ് 6-നാണോ അല്ല മെയ് 16-നാണോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഫേസ് ആണോ സെക്കൻഡ് ഫേസ് ആണോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എന്തായാലും ഏപ്രിൽ 18-ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് 89, 90, 91? കോട്ടയം ജില്ലയാണെന്ന് വിചാരിക്കരുത്. കോട്ടയം നഗരത്തെയാണ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കോട്ടയം ജില്ലയല്ല, കോട്ടയം നഗരം. ജില്ലയായിട്ട് വരുന്ന എറണാകുളമാണ്, സംസ്ഥാനമായിട്ട് വരുന്നത് കേരളമാണ്. നെക്സ്റ്റ് നോക്കാം. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞല്ലേ വാസ്കോഡ ഗാമയുടെ കഥയും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത് 47/23 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നും എന്ത് ചെയ്തില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. നല്ല കാര്യം അല്ലെ. ക്യാൻസൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയാൽ തന്നെ നമുക്ക് എന്താണ് നല്ല രീതിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏത് വർഷമാണ്? നമുക്കറിയാം അല്ലെ, 1498-ലാണ് ആര് വരുന്നത്? വാസ്കോഡ ഗാമ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. 1498 ഏത് ദിവസം? മെയ് 20. എവിടെയാണ്? ചേമഞ്ചേരി, കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എന്നെ നമ്മൾ കുറെ വർഷങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? 1498 ഇങ്ങോട്ടേക്ക് വന്നു, 99 എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്, 1502 സെക്കൻഡ് വിസിറ്റ് വരുന്നുണ്ട്, 1524 തേർഡ് വിസിറ്റ് വരുന്നുണ്ട്, പിന്നെ 24 തന്നെ അദ്ദേഹം മരിക്കുന്നുണ്ട്, 39 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹം വന്ന കപ്പലിന്റെ പേരെന്തായിരുന്നു? കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ ആണ് ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയ കപ്പലിന്റെ പേരെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ 2 കപ്പലും കൂടി ഉണ്ടായിരുന്നു. സെന്റ് റാഫേലും ഉണ്ടായിരുന്നു, ദബാറിയോ എന്ന് പറയുന്ന മറ്റൊരു കപ്പലും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വാസ്കോഡ ഗാമയുടെ ചരിത്രമൊക്കെ നമ്മൾ കുറെ പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏതാണ്? അത് നമ്മുടെ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്? 1792-ലാണ് എന്ത് വരുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. അതായത് ഈ പറയുന്ന 3-ാം മൈസൂർ യുദ്ധമാണ്. ഏതാണ്? 3-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഈ പറയുന്ന ശ്രീരംഗപട്ടണം. അതായത് കാരണം എന്തായിരുന്നു? ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം. ടിപ്പു എന്ത് ചെയ്യുന്നുണ്ട്? തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതാണ് ഈ പറയുന്ന യുദ്ധത്തിനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത് ശ്രീരംഗപട്ടണം ഉടമ്പടി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആരൊക്കെയായിരുന്നു ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്? അത് നമ്മുടെ ടിപ്പുവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോൺവാലിസ് പ്രഭു. ടിപ്പു എന്ന് പറയുന്ന മൈസൂർ ഭരണാധികാരിയും കോൺവാലിസ് ആരായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുമായിരുന്നു കോൺവാലിസ് പ്രഭു. ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ സൈൻ ചെയ്യുന്നത്. അതിന്റെ നമുക്കൊരു ഈ ഉടമ്പടി പ്രകാരം ഏകദേശം 3 കോടി രൂപയാണ് ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ടിപ്പു തന്റെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ആൺമക്കളെയും ഇവർക്ക് ജാമ്യമായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. അതായത് എന്ത് പറയുന്നു? എന്നാണോ ഈ 3 കോടി രൂപ, അതായത് ഇന്നത്തെ കാലത്തല്ല, ഈ 1792 കാലഘട്ടങ്ങളിൽ ഈ 3 കോടി രൂപ എന്ന് നൽകുന്നു, അന്നാണ് ആ 2 മക്കളെയും വിട്ടു നൽകുന്നുള്ള ഒരു ജാമ്യ വ്യവസ്ഥയിൽ മക്കളെയും വിട്ടു നൽകുന്നുണ്ട്. ഇനി എന്താണ് മദ്രാസ് ഉടമ്പടി? അതായത് മദ്രാസ് ഉടമ്പടി എന്ന് പറയുന്നത് 1-ാം മൈസൂർ യുദ്ധമാണ്. ഫസ്റ്റ് മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായത് ഏതാണ്? മദ്രാസ് ഉടമ്പടിയാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? അല്ലെ, ഹൈദരലിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു 1-ാം മൈസൂർ യുദ്ധം. അത് അവസാനിക്കാൻ കാരണമായത് മദ്രാസ് ഉടമ്പടിയാണ്. 1-ാം മൈസൂർ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏത് വർഷമാണ്? 1769. ഇനി എന്താണ് മംഗലാപുരം ഉടമ്പടി എന്ന് പറഞ്ഞാൽ? അത് 1780-84 കാലഘട്ടത്തില് ഉണ്ടായ 2-ാം മൈസൂർ യുദ്ധമാണ്. എന്താണ്? സെക്കൻഡ് മൈസൂർ വാർ ആണ്. 2-ാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായത് മംഗലാപുരം ഉടമ്പടിയാണ്. ഓക്കെ, അതായത് അവിടെ ആരൊക്കെ തമ്മിലായിരുന്നു? ഹൈദരലിയും അതേപോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗും തമ്മിലായിരുന്നു 2-ാം മൈസൂർ യുദ്ധം നടക്കുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി അതിനുശേഷമാണ് ആര് അപ്പൊ രണ്ടാം മൈസൂർ യുദ്ധം 1880 കാലഘട്ടത്തില് 82 ആകുമ്പോൾ ഈ ഹൈദരാലി മരിക്കുകയും ഹൈദരാലിയുടെ തലമുറയായിട്ട് പിന്നെ ആര് വരുന്നുണ്ട്? ടിപ്പു സുൽത്താൻ ആ യുദ്ധം അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് എന്ത് വരുന്നത്? മൂന്നാം മൈസൂർ യുദ്ധമായിട്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഹൈദരാബാദ് ഉടമ്പടി? ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം 1948 അല്ലെ ലയനക്കരാർ അല്ലെ കുറെ നാട്ടുരാജ്യങ്ങളെ നമ്മുടെ കൂട്ടിച്ചേർത്തപ്പോ ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്ത ഉടമ്പടിയാണ് എന്ത്? ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഹൈദരാബാദ് നൈസാമും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം രൂപപ്പെടുകയും അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് എന്ത്? ഈ പറയുന്ന ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ശ്രീരംഗപട്ടണം അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കുക. മദ്രാസ് ഉടമ്പടി ഒന്നാം മൈസൂർ യുദ്ധം 1769, മംഗലാപുരം ഉടമ്പടി രണ്ടാം മൈസൂർ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധമാണ്. മലബാറിന്റെ അധികാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറാൻ കാരണമായത് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്കറിയാം അല്ലെ കുറെ കൃതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ദർശനമാല. ദർശനമാല ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ദൈവദശകം നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ ദൈവദശകം. ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശിവശതകം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു വേദാധികാര നിരൂപണമുണ്ട്, മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട്, അതേപോലെ ക്രിസ്തുമത ചേതനമുണ്ട്, പ്രാചീന മലയാളമുണ്ട്. ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. ഓക്കെ. ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിക്ക് സമർപ്പിച്ച രചനയുണ്ട്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിക്ക് ശ്രീനാരായണ ഗുരു ആർക്ക് നൽകിയത്? ചട്ടമ്പി സ്വാമിക്ക് നൽകിയ ഒരു കൃതിയാണ് എന്ത്? നവമഞ്ജരി. പഠിച്ചു വെച്ചോളണം നവമഞ്ജരി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കേരള ഗാന്ധി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? അത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലെ. ഏതൊക്കെയാണ് വരുന്നത്? കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അല്ലെ ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ KPCC ഇല്ലേ, KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. നെക്സ്റ്റ് നോക്കാം. 37/23 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? ഒരെണ്ണമായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽഡ് ആണ്. ഓക്കെ. ഏതാണ് പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചന അല്ലെ? രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അല്ലെ പ്രാചീന മലയാളത്തിന്റെ കാര്യങ്ങളൊക്കെ. ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഇതെല്ലാം നമ്മൾ ക്രിസ്തുമത ചേതനം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം മെയിൻ ആയിട്ട് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. പിന്നെ നമ്മൾ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് കല്യാണദായിനി സഭയാണ്. കല്യാണദായിനി സഭ. കുറെ സഭകൾ നമ്മൾ പഠിച്ചതല്ലേ. കല്യാണദായിനി സഭ എവിടെയാണ്? 1912 ഈ പറയുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പിന്നെ കൊച്ചിൻപുലയ മഹാസഭ നമ്മൾ പറഞ്ഞു. വാല സമുദായം അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം. കൊളച്ചൽ യുദ്ധം നടന്ന ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. ഏത് വർഷമാണ്? 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു. ആ സമയത്തെ ആരെയായിരുന്നു പരാജയപ്പെടുത്തിയ? ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്ന ഡിലനോയ്. പിന്നീട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ആരായിരുന്നു? നമ്മുടെ ഡിലനോയ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? അഖില കേരള. അത് നമ്മുടെ ഒറ്റപ്പാലത്തായിരുന്നു. 1921 ഏപ്രിൽ 23 മുതൽ എന്ന് വരെയാണ് ഏപ്രിൽ 26 വരെ ആരായിരുന്നു അധ്യക്ഷൻ? ടി പ്രകാശം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ടി പ്രകാശമാണ്. ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരെണ്ണം പഠിക്കാനുള്ളത് മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. അതൊന്ന് പഠിച്ചു വെക്കണം. മലബാർ ജില്ലാ കോൺഗ്രസ് ഇത് പല പരീക്ഷകളിലും കയറി ചോദിക്കുന്നതാണ്. മലബാർ ജില്ലാ കോൺഗ്രസ് 5 സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. 16, 17, 18, 19, 20. ഈ 16 നടക്കുന്നത് എവിടെയാണ്? 16 പാലക്കാടാണ്.
ഓക്കെ, ആരായിരുന്നു അധ്യക്ഷ എന്ന് പറയുന്നത്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. 17 നടന്നത് ആരാണ്? 17 കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ആരായിരുന്നു അധ്യക്ഷൻ? CP രാമസ്വാമി ആയിരുന്നു. CP രാമസ്വാമി. ഇനി 18 എവിടെയാണ്? 18 തലശ്ശേരി. 18 തലശ്ശേരിയിലാണ്. ആരായിരുന്നു? ആസാദ് അലി ഖാൻ ബഹദൂർ. ആസാദ് അലി ഖാൻ. ഇനി 19 മലബാർ ജില്ലാ കോൺഗ്രസ് നടന്ന എവിടെയാണ്? വടകര സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ ആയിരുന്നു. 20 എന്ന് പറയുന്നത് മഞ്ചേരി സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷനാണ് കസ്തൂരി രംഗ അയ്യങ്കാർ. കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് പല തവണയും കയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 16 പാലക്കാട് ആനി ബസന്റ്, 17 കോഴിക്കോട് CP രാമസ്വാമി, 18 തലശ്ശേരി ആസാദ് അലി ഖാൻ, പിന്നെ ആരാണ്? 19 വടകര KP രാമൻ, 20 മഞ്ചേരി കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആരാണ്? ആരായിരുന്നു? MT വാസുദേവൻ നായർ. MTയുടെ സകല ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കാര്യം അദ്ദേഹം അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇപ്രാവശ്യത്തെ അല്ലെ കേരള പുരസ്കാരം ആർക്കൊക്കെയാന്ന് നോക്കാം. 2025 കേരള ജ്യോതി ആർക്കാണ്? കറണ്ട് അഫെയർ ആണ്. 2025 കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവ വാര്യർ. ഏതാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ. ഇനി ജസ്റ്റ് നോക്കട്ടെ, 2022 അല്ലേ നമ്മൾ പറഞ്ഞത് MT ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 2023 ആർക്കായിരുന്നു? അത് T പത്മനാഭനാണ്. പഠിച്ചു വെച്ചു. 2024 MK സാനുവിനായിരുന്നു കേരള ജ്യോതി കിട്ടിയത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ 25 ആർക്കാണ്? അത് ഡോക്ടർ MR രാഘവ വാര്യർ. 22 MT, 22 MT, 23 T പത്മനാഭൻ, 24 MK സാനു, 25 ഡോക്ടർ MR രാഘവ വാര്യർ. അടുത്ത എന്താണ് നമുക്ക് നോക്കേണ്ടത്? കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് ആർക്കൊക്കെയാണ്? PB അനീഷിനും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാജശ്രീ വാര്യർക്കും എന്ത് ലഭിക്കുന്നുണ്ട്? കേരള പ്രഭ പുരസ്കാരം. ആർക്കൊക്കെയാണ്? PB അനീഷ് ഉണ്ട്, രാജശ്രീ വാര്യർ ഉണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്? കേരളശ്രീ പുരസ്കാരം. 3 പുരസ്കാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? പത്മ പുരസ്കാരങ്ങളുടെ നമ്മൾ പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന 3 പുരസ്കാരങ്ങൾ. കേരള ജ്യോതി ഉണ്ട്, കേരള പ്രഭയുണ്ട്, പിന്നെ മൂന്നാമത്തെ വരുന്നതാണ് കേരളശ്രീ എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്? ശശികുമാർ എന്തിനായിരുന്നു? മാധ്യമ പ്രവർത്തനം. TKM ട്രസ്റ്റ് ചെയർമാൻ ആരാണ്? ഷഹൽ ഹസൻ മുസലിയാർ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. അടുത്ത ഏതാണ്? MK വിമൽ ഗോവിന്ദ് ഒരു സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. അഭിലാഷ് ടോമി കായികം, ജിലു മോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം എന്നിവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കേരള ശ്രീ പുരസ്കാരം. ആർക്കൊക്കെയാണ്? 1, അതേപോലെ തന്നെ 2, 3, 4, 5 വ്യക്തികൾക്ക്. ഓക്കെ, 5 വ്യക്തികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കേരള ശ്രീ പുരസ്കാരവും. 2 പേർക്ക് PB അനീഷിനും രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരവും കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർക്കുമാണ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ആയപ്പോൾ നമുക്ക് ഏകദേശം വീണ്ടും നമ്മുടെ അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഒരു പാർട്ടും കൂടി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കേരള ഹിസ്റ്ററിയുടെ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.